അപ് കി അദാലത്തിൽ ഭാഗേശ്വർ ധാമിന്റെ ചീഫ് ധീരേന്ദ്ര കൃഷ്ണ ശാസ്ത്രിയുടെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം അനാഗരികമായ വാക്കുകൾ ഉപയോഗിക്കുന്നു. ശാസ്ത്രി സാർ, താങ്കളെ പലരും പീഠാധിപതി എന്ന് വിളിക്കുന്നു, മറ്റു ചിലർ ഗുരു എന്ന് വിളിക്കുന്നു, മഹാരാജാവെന്നും വിളിക്കുന്നു, എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. ചിലർ സന്യാസി എന്നും വിളിക്കുന്നു. പക്ഷെ താങ്കൾ അൺപാർലമെന്ററി വേർഡ്സ് ധാരാളമായി ഉപയോഗിക്കുന്നു. ഉദാഹരണം? പത്രക്കാരനെ നോക്കിക്കൊണ്ട് ഡ്രസ് ഊരി കളയുമെന്ന് താങ്കൾ പറയുന്നു. ഒരു സന്യാസി ഇങ്ങനെ ഒരിക്കലും സംസാരിക്കില്ല. ഒരു സന്യാസിയുടെ ഭാഷ ഇതല്ല. ബ്രാഹ്മണ സമൂഹത്തിനെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുകയാണ്. അവരെപ്പറ്റി താങ്കൾ പറഞ്ഞത് വിഡ്ഢികൾ, തലയോടുകൊണ്ട് നടക്കുന്ന ഭിക്ഷക്കാരാണ്. ഇതൊക്കെ എന്ത് ഭാഷയാണ്? ജാതി നോക്കുന്ന ആളല്ല, അതാദ്യം തന്നെ ക്ലിയർ ചെയ്തേക്കാം. അതെന്താണ് മണ്ടയോട്? കുറച്ച് ഭാവനയോട് ചിന്തിക്കുമ്പോൾ പറയുന്ന വാക്കാണ് മണ്ടയോട്. അമ്മ വീട്ടിൽ വളരെ ടെൻഷനോടെ ഇരിക്കുമ്പോൾ കുട്ടി വന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അമ്മ പറയും കുട്ടിയോട്, തെരുവിൽ മണ്ടയോട് പോയി ഭിക്ഷ എടുക്കേണ്ടി വരും, കേട്ടോടാ എന്ന്. ഇപ്പൊ എന്നെ തന്നെ എടുത്തു നോക്കൂ. ഞാനൊരു ഗ്രാമത്തിൽ വളർന്നൊരു സാധാരണ കുട്ടിയല്ലേ. അതുകൂടാതെ പഠിപ്പില്ലാത്തവൻ, ശരിയായിട്ട് പഠിച്ചത് പോലുമില്ല. അതുകൊണ്ട് ചെറിയ വയസ്സിൽ തന്നെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടല്ലേ ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ എന്തെന്ന് വെച്ചാൽ ചില സമയത്ത് ചില കാര്യങ്ങൾ പലരും പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ദേഷ്യം വരും. അതുകൂടാതെ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേകതരം ദേഷ്യം വരും. അതെന്തെന്നാൽ ഗ്രാമത്തിൽ വളർന്നതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ വരും. അത് സ്വാഭാവികമല്ലേ? വലുതായി വേറൊന്നും പറയുന്നില്ലല്ലോ. ആരെങ്കിലും എന്റെ മുമ്പിൽ വന്ന് ദൈവത്തെക്കുറിച്ച് അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്താ അവനെ കുമ്പിടണമോ? ഞാൻ സാമിയാന്ന് പറയുന്നതിൽ പിന്നെ എന്താ അർത്ഥമാണുള്ളത്? എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല. ദൈവത്തെ നിന്ദിക്കുന്നവൻ കഷ്ടപ്പെട്ടേ മരിക്കത്തുള്ളൂ. ശ്രീരാമന്റെ പേര് പറയുന്നവൻ സന്തോഷത്തോടുകൂടി ജീവിക്കും. ഇതാ നോക്കൂ, ഞാൻ ഗ്രാമത്തിൽ നിന്ന് വന്ന ആളാണ്, എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് എന്ന് പറഞ്ഞ് താങ്കൾ രക്ഷപ്പെടാൻ നോക്കിയാണ്. ഒരു പ്രാവശ്യം താങ്കൾ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ മുന്നിൽ വരികയാണെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്ന്. പ്രമാദമായിരിക്കുന്നു. ഞാൻ തന്നെയാ പറഞ്ഞത്. എന്തെന്നാൽ ആ ആളുണ്ടല്ലോ, അയാൾ ഈ പുരാണ കഥ പറയുന്നവരെ ഭ്രാന്തന്മാരായിട്ടാണ് പറയുന്നത്. അവനെ കുറിച്ചാണ് നിങ്ങളിപ്പോ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നു, ചിലപ്പോൾ കഥ പറയുന്നവരെ ചിലർ പറ്റിക്കുന്നവരായിരിക്കാം. പക്ഷേ പേര് നീ പറയണം, പൊതുവായിട്ട് പറയാൻ പാടില്ല. ഇന്ത്യയിൽ ജഗദ്ഗുരു സ്വാമി രാമഭദ്രാചാര്യമുണ്ട്, മുരാരി ബാപ്പുവുമുണ്ട്, പൂജിതനായ മല്ലു പീറ്റ്സാരിയുമുണ്ട്. ഇവരെല്ലാം അത്ഭുതകാരികളുമാണ്. ഇവരെ ആരും ഇതുവരെ കുറച്ച് സംസാരിച്ചിട്ടില്ല. ശരി, ആരെങ്കിലും ഒരാൾ പറ്റിക്കുന്നവനായിരിക്കാം. ഒരു പത്രക്കാരൻ തെറ്റ് ചെയ്തെന്ന് കരുതി എല്ലാവരും തെറ്റാകുമോ? എല്ലാവരും കള്ളന്മാരാണെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയുണ്ടാകും? തെറ്റായ കാര്യം, ആ ആള് കഥ പറയുന്ന എല്ലാവരും ഭ്രാന്തരാണെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അയാൾ എന്റെ മുമ്പിൽ വന്ന് നിന്നാൽ. അത് ശരിയാണ്, മഹാപുരുഷന്മാരെ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. കറക്റ്റ് അല്ലേ? വലിയ മഹാന്മാരൊന്നും ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല അല്ലേ? അവന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ ഒന്ന് വരട്ടിയത്. അങ്ങനെയെങ്കിലും അവൻ നമ്മളെ ആളാ, നമ്മുടെ. പക്ഷെ താങ്കൾ സന്ത് തുക്കാറാമിനെ പറ്റി എന്താണ് പറഞ്ഞത്? ആര്? സന്ത് തുക്കാറാം? താങ്കൾ പറഞ്ഞു സന്ത് തുക്കാറാമിന്റെ ഭാര്യ അദ്ദേഹത്തെ ദിവസവും അടിക്കുമെന്ന്. അതായത് കമ്പ് വെച്ചാണ് അടിക്കാറുള്ളതെന്ന്. ഭാര്യയുടെ അടുത്ത് നിന്ന് അടി വാങ്ങിക്കുന്നില്ലേ, തനിക്ക് നാണമില്ലേ എന്ന് ആരോ ചോദിച്ചെന്ന്. അതായത് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കാം. ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട്, ഒരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്. അതായത് അവരുടെ ഭാര്യ വളരെ വഴക്കുണ്ടാക്കും, അടിക്കും. വളരെ വിചിത്രമായിരുന്നു എന്ന്. അവരോട് പോയി കരിമ്പ് വാങ്ങിട്ട് വരാൻ പറയും. അവർ വാങ്ങിച്ചു കൊണ്ടുവരുന്ന കരിമ്പ് കൊണ്ട് തന്നെ അവരെ അങ്ങ് അടിക്കും. ആ കരിമ്പ് 2 കഷ്ണങ്ങളായി മുറിയുന്നത് വരെ അടിക്കുമെന്നും. പക്ഷേ ഈ തുക്കാരാം വളരെ അത്ഭുതകരമായൊരു മനുഷ്യനായിരുന്നു, വളരെ വലിയ ജ്ഞാനി. അവർ പറയുമായിരുന്നു, ഒരു കരിമ്പ് 2 കഷ്ണമാക്കിയെന്ന്. നീ ഈ കരിമ്പ് കൊണ്ട് എന്നെ അടിച്ചിട്ട് അത് 2 കഷ്ണമാക്കി, അതിൽ ഒരു കരിമ്പ് നീ കഴിച്ചോ, ഒരു കരിമ്പ് ഞാൻ കഴിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അത് ചിലപ്പോൾ അത് മാറിയേക്കാം. ഞാൻ തന്നെ സമ്മതിക്കുന്നു. എന്തെന്നാൽ ഞാൻ എന്റെ വഴി മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. ചില സമയത്ത് എന്റെ ഭാഷ അവർക്ക് വളരെ മനസ്സിലാവാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സന്ത് തുക്കാറാമിനെ പറ്റി താങ്കൾ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനത് സമ്മതിച്ചു കഴിഞ്ഞല്ലോ. എന്റെ വാക്കുകൾ ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷെ ഞാൻ അവരോട് പറയുകയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. എന്തെന്നാൽ ഞാൻ തന്നെ ഒരു സന്യാസിയായിട്ടാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വലിയ ആളുകളെ ഞാൻ വിലമതിക്കണം. വളരെ മോശമായി സംസാരിച്ച് എനിക്കെങ്ങനെ ജീവിക്കാൻ കഴിയും? ഞാൻ ആരെയും വിഷമിപ്പിക്കുന്ന തരത്തിലല്ല സംസാരിക്കുന്നത്. അങ്ങനെ ഇരുന്നിട്ടും ഞാൻ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ അവരോട് ഒത്തിരി ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ മാപ്പ് ചോദിക്കാൻ ബാധ്യസ്ഥനാണ്. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. താങ്കൾ ക്ഷമ ചോദിച്ചതൊക്കെ നല്ല കാര്യം തന്നെയാണ്, തീർച്ചയായും. കാരണം മഹാന്മാരെ പറ്റി കുറ്റങ്ങൾ പറയുമ്പോൾ നമ്മൾ ക്ഷമ ചോദിക്കുന്നതിൽ അറിയാതെ നടന്നൊരു കാര്യമാണിത്. അത് മാത്രമല്ല, താങ്കൾ സായിബാബയെ കുറിച്ച് സംസാരിക്കുന്നു. ഇവിടെ താങ്കൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ,
സായിബാബയെ താങ്കൾ ചാൻമിയ എന്ന് വിളിക്കുന്നു. ആ, കേട്ടിട്ടുണ്ട്. അതിന് താങ്കൾ നൽകിയ മറുപടി, നിങ്ങൾക്ക് 33 കോടി ജനങ്ങൾ പറ്റുന്നില്ലേ, ഞങ്ങളെ അന്വേഷിച്ച് എന്തിനാണ് വരുന്നതെന്ന് ചോദിക്കുന്നു. അതെ, സായിബാബയിൽ കോടിക്കണക്കിന് ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു. അത്രയും പേരും അദ്ദേഹത്തെ ദൈവത്തിനെ പോലെയാണ് കാണുന്നത്, പൂജ ചെയ്യുന്നു. അതുമാത്രമല്ല, ക്ഷേത്രത്തിലേക്കും ജനങ്ങൾ പോകുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ഇവിടെ സംസാരം എന്തെന്ന് വെച്ചാൽ സായിബാബ ആരാണ്, ഹിന്ദുവാണോ മുസ്ലിമാണോ? എന്തെന്നാൽ ഞാൻ അവരുടെ ഭക്തനെയല്ല. ഭക്തനായിരുന്നെങ്കിൽ അവരെന്താ ചെയ്യുന്നത് നോക്കിയിരുന്നേനെ. അതായത് ഞാൻ കേട്ടത്, അതായത് കോർട്ട് പറഞ്ഞത്, അതായത് പത്രവാർത്തയിലും അതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അവര് ചാൻമിയാണെന്ന് അവരുടെ കമ്മിറ്റിക്കാര് തന്നെ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ഈ കാര്യമാണ് ഞാനും എടുത്തു ചോദിച്ചത്. ആ പത്രക്കാരൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. വേണമെങ്കിൽ അവനെ വിളിച്ചു ചോദിക്കും നിങ്ങൾ. പക്ഷെ നിങ്ങൾ ഇങ്ങനൊക്കെ പറയുന്ന സമയത്ത് ജനങ്ങളുടെ വികാരങ്ങൾ ഞാൻ വ്രണപ്പെടുകയാണ്. ഒരു ധർമ്മത്തെയും വ്രണപ്പെടുത്തുന്നവനല്ല. എല്ലാ ധർമ്മത്തെയും ഞാൻ വിലമതിക്കുന്നവനാണ്. ഏത് ധർമ്മത്തെയാണോ നീ വിശ്വസിക്കുന്നത് ആ ധർമ്മത്തെ നീ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഞാൻ എന്റെ ധർമ്മത്തെ വിശ്വസിക്കുന്നു. അപ്പോൾ സായിബാബയെ താങ്കൾ ബഹുമാനിക്കുന്നു? തീർച്ചയായിട്ടും ബഹുമാനിക്കുന്നു. സന്യാസിയായിട്ട് ബഹുമാനിക്കുന്നു. ഒരു സന്യാസിയായിട്ട് ഞാൻ അവരെ കാണുന്നു. എനിക്ക് അവരോട് എന്ത് പകയാണുള്ളത്? അവരോട് എനിക്ക് ഒരു വിരോധവുമില്ല. എനിക്ക് ആരോടും ഒരു വിരോധവുമില്ല. ഒരു സന്യാസിയോട് എനിക്ക് എന്തിനാണ് ശത്രുത? കാരണം ഏത് സനാതന ധർമ്മത്തെ പറ്റി താങ്കൾ സംസാരിക്കുന്നുവോ അതെന്റെ അതിൽ ആദ്യം വരുന്ന കാര്യം കുടുംബപാരമ്പര്യമാണ്. എന്താണ്? ക്ഷമ, ധൈര്യം, വാക്കുകളിലുള്ള അച്ചടക്കം, ഇതെല്ലാം ഉണ്ടല്ലോ അല്ലേ? പക്ഷെ ധൈര്യം കാണിച്ചേ പറ്റൂ. എത്ര നാൾ ക്ഷമയോടിരിക്കാൻ പറ്റും? രാമന്റെ യാത്രയിൽ കല്ലെറിഞ്ഞാൽ ക്ഷമയോടിരിക്കാൻ പറ്റൂ? പാലഗിരിലെ സന്യാസിമാരെ കൊന്നില്ലേ, അത് ക്ഷമയോടെ കാണാൻ പറ്റുമോ? അത് ക്ഷമിക്കണോ വേണ്ടയോ? ശ്രീരാമന്റെ ഗ്രന്ഥങ്ങൾ കത്തിച്ചു കളയുന്നില്ലേ, അതും ക്ഷമിക്കണമോ? ഈ നാട്ടിൽ സന്യാസിമാരെ കള്ളന്മാരെന്ന് പറയുന്നു, അതും ക്ഷമിക്കണമെന്നാണോ പറയുന്നത്? ഒരു തവണ ദൈവം പോലും സാധാരണ രീതിയിൽ മരിച്ചു. അവർ അമ്പ് കൊണ്ട് കടല് പോലും വറ്റിച്ചു കളഞ്ഞു. എന്നിട്ടാണ് രാവണനെ വധിച്ചു കളഞ്ഞത്. എത്ര കാലങ്ങളോളം അടങ്ങിയിരിക്കണം ഈ പാവപ്പെട്ട ജനങ്ങൾ, ഈ പാവപ്പെട്ട സനാതന ധർമ്മക്കാർ? എത്ര നാൾ? ഈ നീതിപീഠത്തിന് മുമ്പിൽ ഞാൻ ഡിക്ലെയർ ചെയ്യാണ്, സനാതന ധർമ്മത്തിന് വേണ്ടി എന്റെ ജീവൻ പോവുകയാണെങ്കിൽ അന്ന് ലോകത്തിന്റെ കണ്ണിൽ ഞാൻ നല്ലവനല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് സനാതന ധർമ്മത്തെക്കുറിച്ച് താങ്കൾ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ആരും താങ്കളെ ആക്ഷേപിക്കില്ല. പക്ഷെ താങ്കൾ മാനാഭിമാനവും ചോദിക്കുന്നത് ഇനി അടങ്ങിയിരിക്കുന്നു. എത്ര കാലം കാത്തിരിക്കണം, എത്ര നാൾ ഞങ്ങൾ ക്ഷമയോടിരിക്കുന്നത്? താങ്കളോട് ക്ഷമയോടിരിക്കാൻ ആരാ പറഞ്ഞത്? അതായത് ഈ ഗ്രന്ഥങ്ങളൊക്കെ കത്തിച്ചു കളയുന്നില്ലേ, സന്യാസികളെ ആക്രമിക്കുന്നില്ലേ, സനാതനത്തിന് എതിരായിട്ട് ഈ തെറ്റായ പ്രചരണം നടത്തുന്നില്ലേ, സനാതന ധർമ്മത്തെയും നമ്മുടെ സംസ്കാരത്തെയും ഛിന്ന ഭിന്നമാക്കുന്നില്ലേ, അതിനുവേണ്ടി ശ്രമിക്കുന്നില്ലേ, അവരെ എന്തു ചെയ്യും? ഇതുപോലത്തെ കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവർ എന്താണ് പറയുന്നതെന്നറിയാമോ? ഗവൺമെന്റ് ഇതുപോലെയുള്ളവർക്ക് സംസാരിക്കാനുള്ള എല്ലാ അനുവാദവും നൽകുന്നതായി പറയുന്നു. താങ്കൾ ഇതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് സമൂഹത്തിൽ കലാപങ്ങൾ ഉണ്ടാകുന്നതായും പലരും പറയാറുണ്ട്. ഞങ്ങൾ ചെയ്താൽ തെറ്റ്, അവര് ചെയ്താൽ പുണ്യാണോ? അവരെന്തെങ്കിലും തെറ്റായി പറഞ്ഞാൽ നിങ്ങൾ അത് തെറ്റായിട്ട് കാണുന്നില്ല. അക്ഷർധാമിൽ 40 ഹിന്ദുക്കളെ കൊന്നു, അത് നിങ്ങൾ തെറ്റായിട്ട് കാണുന്നില്ല. ഹിന്ദുക്കളെ പിടിച്ച് തെറ്റായ രീതിയിൽ മുസ്ലിമായി മാറ്റുന്നില്ലേ, അത് നിങ്ങൾ തെറ്റായിട്ട് കാണുന്നില്ല. നമ്മുടെ ഹിന്ദു സന്യാസിമാരെ പരസ്യമായിട്ട് സ്റ്റേജിൽ അപമാനിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതുമാത്രമല്ല, ഇതുപോലെ എന്നെയും എത്ര അപമാനിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇതൊക്കെ ക്ഷമിക്കണമെന്നാണോ? നോക്കൂ, ഹിന്ദു സമൂഹത്തിലെ പലരും പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കഠിനമായ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അവരും പല പല രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങളെ അവർ ഹിന്ദു സമാജം വ്രണപ്പെടുത്തുന്നു. ഒരിക്കലും ആരെയും ചീത്ത വിളിച്ചിട്ടില്ല, മറുപടി മാത്രമാണ് ഞാൻ കൊടുത്തത്. എല്ലാവരെയും അല്ല പറഞ്ഞത്, ചിലരുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരെയും അവർ മൊത്തമായി കഠിനമായ ചേർത്ത് വാക്കുകൾ പറഞ്ഞതല്ല. പ്രയോഗിക്കുന്നു. എനിക്കറിയാവുന്ന കുറച്ചു പേരെ പറ്റി മാത്രമാണ് ഞാൻ ഇല്ല, പറഞ്ഞത്. പലരും അങ്ങനെയുണ്ട്. അവരെ പറ്റി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. ഞങ്ങൾ ഒരു ധർമ്മത്തിനും എതിരഭിപ്രായക്കാരല്ല. സനാതന ധർമ്മത്തെ ആഴത്തിൽ വിശ്വസിക്കുന്നു. സനാതന ധർമ്മത്തിന് വേണ്ടി ഞങ്ങൾ മുസ്ലിംസിനെയോ ക്രിസ്ത്യൻസിനെയോ ഭയപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ കൂടെ തന്നെ നിന്നിട്ട് ഈ സനാതന ധർമ്മത്തിനെ എതിർക്കുന്നുണ്ടല്ലോ, അവരെ കാണുമ്പോഴാണ് ദേഷ്യം വരുന്നത്. അവരെയാണ് എതിർക്കുന്നത്. അതുമാത്രമല്ല, നശിപ്പിച്ചു കളയുന്നു ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഈ നശിപ്പിക്കുമെന്ന് പറഞ്ഞ വാർത്തയുണ്ടല്ലോ, അത് ഞാനൊരു മുസ്ലിമിനെ നോക്കി പറഞ്ഞല്ല, ഒരു ഹിന്ദുവിനെ നോക്കിയാണ് പറഞ്ഞത്. എന്തെന്നാൽ ഹിന്ദുവാണ് മോശമായി സംസാരിച്ചത്. സംസാരിക്കാനുള്ള അധികാരം എനിക്കുമുണ്ടല്ലോ, ഞാനും ഈ നാട്ടുകാരനല്ലേ. മുസ്ലിംസിനോട് താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരിക്കലുമല്ല, ഒരുപാട് സ്നേഹിതരുണ്ട്. ഞാൻ കേട്ടത് താങ്കളുടെ സിസ്റ്ററിന്റെ കല്യാണം ഒരു മുസ്ലിമിന്റെ അടുത്ത് നിന്ന് കാശ് വാങ്ങിയാണ് താങ്കൾ ഒരുപാട് നടത്തിയത്. സ്നേഹിതന്മാരുണ്ട്. കഴിഞ്ഞ ആഴ്ച പോലും ഞാൻ കണ്ടതാണ് അവരെ. അവരോടൊപ്പം ചായ കുടിക്കും. ഏകദേശം 400-500 മുസ്ലിം കുടുംബങ്ങളെ എനിക്കറിയാം. ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. നമ്മുടെ ഭാരതത്തിലെ ഹിന്ദു മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് പറയുകയാണെങ്കിൽ ഈ മീഡിയക്കാർ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ അവരുടെ മനസ്സിൽ രാമനും കൃഷ്ണനും ഉണ്ട്. ഞാൻ മനുഷ്യന്റെ അഭിമാനങ്ങളെ പൂജിക്കുന്ന ആളാണ്. മനുഷ്യത്വം മാത്രം നോക്കുന്നവൻ. ജാതി നോക്കത്തില്ല,